ഹായ്, നമ്മളിന്ന് പഠിക്കുന്നത് FIUGP BCom 3rd സെമസ്റ്റർ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് 1 അതിലെ ചാപ്റ്റർ 4 ആണ്. ഫീൽഡ് സ്റ്റഡി ആൻഡ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. ഒരു തിയറി ചാപ്റ്ററാണ്. പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടോപ്പിക്, ഫീൽഡ് സ്റ്റഡി ഓർ സർവേ. ഫീൽഡ് സ്റ്റഡി ഓർ സർവേ മീൻസ് സെർച്ച് ഫോർ ട്രൂത്ത്. സത്യത്തെ അന്വേഷിച്ചറിയുക, അല്ലെങ്കിൽ ഒരു നോളജ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ അന്വേഷിച്ച് കണ്ടെത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഫീൽഡ് സ്റ്റഡി ഓർ സർവേ എന്ന് പറയുന്നത്. ഫീൽഡ് സ്റ്റഡി മീൻസ് എ മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്, ഫീൽഡ് സ്റ്റഡി. എങ്ങനെയാണ് ആ പ്രോബ്ലത്തെക്കുറിച്ച് പഠിക്കുന്നത്? ബൈ കളക്ടിങ് ന്യൂമറിക്കൽ ഫിഗേഴ്സ്. അതുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽ ഫിഗേഴ്സ് കളക്ട് ചെയ്യുന്നു. എങ്ങനെ കളക്ട് ചെയ്യും? സർവേയിലൂടെ. അപ്പോൾ സർവേയിലൂടെ ന്യൂമറിക്കൽ ഫിഗേഴ്സ് കളക്ട് ചെയ്തുകൊണ്ട് ഒരു പ്രോബ്ലത്തെക്കുറിച്ച് പഠനം നടത്തുന്ന ആ മെത്തേഡിനെയാണ് ഫീൽഡ് സ്റ്റഡി എന്ന് പറയുന്നത്. പിന്നെ 2 സ്റ്റേജസ് ഉണ്ട്, പ്ലാനിങ് ആൻഡ് ഡിസൈൻ ഓഫ് എൻക്വയറി. രണ്ടാമത്തത് എക്സിക്യൂട്ടിംഗ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി. ആദ്യം പ്ലാൻ ചെയ്യുക, ഈ എൻക്വയറിനെ കുറിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുക. 2 അത് പ്രാവർത്തികമാക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്ലാനിങ് ആൻഡ് ഡിസൈൻ ഓഫ് എൻക്വയറി. എ വെൽ പ്രിപ്പയർഡ് പ്ലാൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് സർവേ. സർവേയുടെ പ്രധാനപ്പെട്ട എലമെൻ്റ് എന്ന് പറയുന്നത് ഒരു വെൽ പ്രിപ്പയർഡ് പ്ലാനാണ്. സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്ഷൻ ഓഫ് ഡേറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് സർവേയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അറ്റ് മോസ്റ്റ് കെയർ ഷുഡ് ബി ഗിവൺ വൈൽ കളക്ടിങ് ഡേറ്റ. നമ്മളൊരു ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തുനിന്നും കറക്റ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം കളക്ട് ചെയ്യാൻ. അല്ലെങ്കിൽ ആ ഡേറ്റ വെച്ചിട്ടാണ് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. ആ കൺക്ലൂഷൻ നമ്മളെ മിസ്ലീഡ് ചെയ്യും. കാരണം എന്താണ്? നമ്മൾ കറക്റ്റായിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന കൺക്ലൂഷനും കറക്റ്റായിരിക്കില്ല. എ വെൽ പ്ലാൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി ഇൻവോൾവ്സ് ദ ഫോളോയിങ് സ്റ്റേജസ്. അതായത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് നടത്തുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറിക്ക് കുറേ സ്റ്റേജസ് ഉണ്ട്. അതിനകത്ത് ഒന്നാമത്തെ സ്റ്റേജാണ് ഡെഫിനിഷൻ ഓഫ് ദ പ്രോബ്ലം. എന്താണോ നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോബ്ലം, ആ പ്രോബ്ലത്തെ ക്ലിയർ ലാംഗ്വേജിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം. 2 ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്കോപ്പ് ഓഫ് എൻക്വയറി. 2 അതിൻ്റെ ലക്ഷ്യം എന്താണെന്നും വ്യാപ്തി എന്താണെന്നും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഡിറ്റർമിൻ ദ സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ എൻക്വയറി. ലക്ഷ്യവും വ്യാപ്തിയും ഡിറ്റർമിൻ ചെയ്യണം. ഒബ്ജക്റ്റ് ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻഡ്. നമ്മുടെ ഒബ്ജക്റ്റ് എന്താണോ, നമ്മുടെ ലക്ഷ്യം എന്താണോ, അത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം. ദ എൻക്വയറി മസ്റ്റ് ബി കണ്ടക്റ്റഡ് വിത്ത് എ മിനിമം പോസിബിൾ വേസ്റ്റ് ഓഫ് ടൈം. അതായത് ടൈമോ എനർജിയോ മണിയോ ഒന്നും അധികം വേസ്റ്റ് ചെയ്യാതെ മിനിമത്തിൽ നിന്നുകൊണ്ടുള്ള അന്വേഷണമായിരിക്കണം നമ്മൾ നടത്തേണ്ടത്. അടുത്തത് സോഴ്സ് ഓഫ് ഡേറ്റ. ഇൻവെസ്റ്റിഗേറ്റർ ഷുഡ് ഡിസൈഡ് അബൌട്ട് സോഴ്സ് ഫ്രം വിച്ച് ദ ഡേറ്റ ആർ ടു ബി കളക്റ്റഡ്. ഏത് സോഴ്സിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കണം. അത് പ്രൈമറി ഡേറ്റ ആകാം, സെക്കൻഡറി ഡേറ്റ ആകാം. 2 തരം സോഴ്സാണ് നമുക്കുള്ളത്, പ്രൈമറി ഡേറ്റ, സെക്കൻഡറി ഡേറ്റ. പ്രൈമറി ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെസ്റ്റിഗേറ്റർ നേരിട്ട് പോയി ഡേറ്റ കളക്ട് ചെയ്യുന്നതാണ് പ്രൈമറി ഡേറ്റ. സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത് എന്താണ്? ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ച ഡേറ്റ ഉപയോഗിച്ച് പഠനം നടത്തുന്നത്. ദെൻ ടൈപ്സ് ഓഫ് എൻക്വയറി. ഏത് ടൈപ്പ് എൻക്വയറി വേണമെന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് ഇൻവെസ്റ്റിഗേറ്റർ ഡിസൈഡ് ചെയ്യേണ്ടത്. അതായത് സെൻസസ് മെത്തേഡ് ഉപയോഗിക്കണോ, സാമ്പിൾ മെത്തേഡ് ഉപയോഗിക്കണോ, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിക്കണോ, അങ്ങനെ ഏത് ടൈപ്പ് ഓഫ് എൻക്വയറിയാണ് നടത്തേണ്ടത് എന്നുള്ളത്. അടുത്ത സ്റ്റെപ്പിലാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റിനെ കുറിച്ച് പറയുന്നത്. എന്ത് അളവുകോൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡേറ്റാസ്, ഈ വേരിയബിൾസ്, അനാലിസിസിന് വേണ്ടി സെലക്ട് ചെയ്യുന്ന ഈ വേരിയബിൾസ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എന്ത് യൂണിറ്റ് വെച്ചിട്ടാണ്? അതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ദി യൂണിറ്റ് ഇൻ ടേംസ് ഓഫ് വിച്ച് ദ ഇൻവെസ്റ്റിഗേറ്റർ മെഷേഴ്സ് ദ വേരിയബിൾ. ആ യൂണിറ്റ് വെച്ചാണ് അത് റേഷ്യോ ആവാം, പെർസെൻറ്റേജ് ആവാം, കോഎഫിഷ്യൻ്റ് ആവാം, ടണ്ണാവാം. എന്ത് മെഷർമെൻറ്റ് വെച്ചാണോ നമ്മൾ ഈ ഡേറ്റാസോ വേരിയബിൾസോ അനലൈസ് ചെയ്യണത്, ഇൻ്റർപ്രറ്റ് ചെയ്യണതും അതിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഡിഗ്രി ഓഫ് ആക്യുറസി. നമ്മുടെ എൻക്വയറിയുടെ എന്താണ് ആക്യുറസി, അതായത് കൃത്യത, അല്ലെങ്കിൽ അതിൻ്റെ കൃത്യത വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അബ്സല്യൂട്ട് ആക്യുറസി നോട്ട് പോസിബിൾ. നമ്മുടെ മൊത്തം റിസൾട്ടും അബ്സല്യൂട്ടാണ്, വളരെ കറക്റ്റാണ് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ പോലും റീസണബിൾ ഡിഗ്രി ഓഫ് ആക്യുറസി പോസിബിളാണ്. അതായത് അധികം തെറ്റ് വരുത്താതെ മാക്സിമം നല്ല രീതിയിൽ തന്നെ നമ്മുടെ പഠനം നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുപോകണം. അടുത്തത് മെത്തേഡ് ഓഫ് ഡേറ്റ കളക്ഷൻ.
രണ്ട് മെത്തേഡ് ആണ് ഡേറ്റ കളക്ഷന് വേണ്ടിയിട്ട് പറയുന്നത്. സെൻസസ് മെത്തേഡും ഉണ്ട്, സാമ്പിൾ മെത്തേഡും ഉണ്ട്. സെൻസസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ, കംപ്ലീറ്റ് എന്യൂമറേഷൻ, അതായത് മൊത്തം എടുത്ത് പഠനം നടത്തുന്നതാണ് സെൻസസ് മെത്തേഡ്. സാമ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ നിന്ന് പാർഷ്യലായിട്ട് സാമ്പിൾ കളക്ട് ചെയ്തിട്ട് പഠനം നടത്തുന്നതാണ്. അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള ഡേറ്റ കളക്ഷന് നമുക്ക് ഉപയോഗിക്കാം. അടുത്ത എന്താണ് സ്റ്റേജിൽ പറയുന്നത്, കൺസ്ട്രക്ഷൻ ഓഫ് എ ഫ്രെയിം. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫ്രെയിം വർക്ക് കൺസ്ട്രക്ട് ചെയ്യും. ഫ്രെയിം വർക്ക് കൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് മീൻസ് എ ലിസ്റ്റ് ഓഫ് ഓൾ യൂണിറ്റ്സ് ഓഫ് പോപ്പുലേഷൻ ആൻഡ് ദെയർ ഡിസ്ക്രിപ്ഷൻ അണ്ടർ സ്റ്റഡി. ഏതൊക്കെ ലിസ്റ്റ് എന്തിനെയൊക്കെ കുറിച്ചാണോ പഠനം നടത്താൻ പോകുന്നത് ആ യൂണിറ്റ്സിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കും, അതിൻ്റെ ഡിസ്ക്രിപ്ഷനും തയ്യാറാക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസ്ട്രക്ഷൻ ഓഫ് എ ഫ്രെയിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ, എക്സിക്യൂട്ടിംഗ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി. അപ്പോൾ ആദ്യം നമ്മൾ ഡിസൈൻ ചെയ്തു, രണ്ടാമത് എക്സിക്യൂട്ടിംഗ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി. അതിൽ എക്സിക്യൂട്ടിംഗ് എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താ അർത്ഥമാക്കുന്നത്, ഒരു പ്ലാൻ എങ്ങനെ ആക്ഷനിലേക്ക് കൊണ്ടുവരുന്നു, എങ്ങനെ പ്രാവർത്തികമാക്കുന്നു. ഇറ്റ് മീൻസ് പുട്ടിങ് എ പ്ലാൻ ഇൻ ടു ആക്ഷൻ. നമ്മുടെ പ്ലാൻ ആക്ഷനിലേക്ക് പ്രാവർത്തികമാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സിക്യൂട്ടിങ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് സെറ്റിംഗ് അപ്പ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ടീം. ആദ്യം നമ്മളൊരു അഡ്മിനിസ്ട്രേറ്റീവ് ടീമിനെ സെറ്റ് ചെയ്യണം. അതായത് ഈ എൻക്വയറി ഒക്കെ നടത്താൻ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ടീമിനെ സെറ്റ് ചെയ്യണം. 2, ഡിസൈനിങ് നെസസറി ഫോംസ് ആൻഡ് ക്വസ്റ്റ്നെയർ. ഈ ഡേറ്റ കളക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫോംസും ക്വസ്റ്റ്നെയറും തയ്യാറാക്കണം. 3, സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് ഫീൽഡ് സ്റ്റാഫ്. നമുക്കറിയാം ഈ ഇൻവെസ്റ്റിഗേറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ എന്യൂമറേറ്റേഴ്സിൻ്റെ എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവർ കളക്ട് ചെയ്യുന്ന ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യണ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ആ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫീൽഡ് സ്റ്റാഫിനെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ഉള്ള സ്റ്റാഫിൽ നിന്ന് എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റാഫിനെ സെലക്ട് ചെയ്ത് അവർക്ക് എന്ത് കൊടുക്കണം, ട്രെയിനിങ് കൊടുക്കണം. അടുത്തത് സൂപ്പർവിഷൻ ഓഫ് ഫീൽഡ് വർക്ക്. അപ്പോൾ ഇതിനകത്തൊരു സൂപ്പർവൈസർ ഉണ്ടാവും, ഒരു ലീഡർ ഉണ്ടാവും, ടീം ലീഡർ. അദ്ദേഹം ഇവരുടെ എല്ലാവരുടെയും വർക്ക് എപ്പോഴും സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കും, ആക്യുറസി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. അടുത്തത് ഫോളോ അപ്പ് ഓഫ് നോൺ റെസ്പോൺസ്. ഇനി റെസ്പോൺസ് ചെയ്യാത്ത, അതായത് ദർ മേ ബി സം റെസ്പോണ്ടൻറ്റ് ഹു ഡു നോട്ട് സപ്ലൈ ദ ഡിസൈഡ് ഇൻഫർമേഷൻ. ആവശ്യമുള്ള ഇൻഫർമേഷൻ തരാത്ത ചില റെസ്പോണ്ടൻസ് ഉണ്ടാവും. അപ്പോൾ അവർ എന്തുകൊണ്ട് തരുന്നില്ല, അവരുടെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ദെൻ കളക്ഷൻ ഓഫ് ഡേറ്റ. ഈ പ്രിലിമിനറി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്, നമ്മുടെ ആക്ച്വൽ കളക്ഷൻ ഓഫ് ഡേറ്റയാണ്. അടുത്ത സ്റ്റെപ്പ് എഡിറ്റിംഗ് ഓഫ് ഡേറ്റ. നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റ പിന്നെ എന്ത് ചെയ്യും, സ്ക്രൂട്ടിനി ചെയ്യും. അതായത് സൂക്ഷ്മ പരിശോധന നടത്തി നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റ എസെൻഷ്യൽ ആണോ എന്ന് നോക്കും. അതിന് ശേഷം ആ ഡേറ്റേനെ നമ്മൾ എന്ത് ചെയ്യും, ആ സ്ക്രൂട്ടിനൈസേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിനി എഡിറ്റ് ചെയ്യും, എന്തെങ്കിലും എറേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ലൊക്കേറ്റ് ചെയ്യും, എന്നിട്ട് അത് കറക്റ്റ് ചെയ്യാൻ നോക്കും. അതിനുശേഷം എന്ത് ചെയ്യും, ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡേറ്റ. ഈ എഡിറ്റ് ചെയ്ത ഡേറ്റ നമ്മൾ ടേബിൾ രൂപത്തിൽ, ആദ്യം നമ്മളതിനെ തരം തിരിച്ചിട്ട് ടേബിൾ രൂപത്തിൽ മാറ്റുക. അതായത് ടാബുലേഷൻ എന്ന് പറയുന്നത് ടേബിൾ രൂപത്തിലേക്ക് ഡേറ്റേനെ കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ അടുത്ത സ്റ്റെപ്പ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ. നെക്സ്റ്റ് അനാലിസിസ് ഓഫ് ഡേറ്റ. ഇതിന് ശേഷം നമ്മൾ ഡേറ്റാസ് അനലൈസ് ചെയ്യും സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഉപയോഗിച്ച്. ആവറേജോ കോഎഫിഷ്യൻറ്റോ കൈ സ്ക്വയർ ടെസ്റ്റോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ ഈ ഡേറ്റേനെ നമ്മൾ അനലൈസ് ചെയ്യും. അതിനുശേഷം നല്ലൊരു റിസൾട്ടിലേക്ക് എത്തും. ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡേറ്റ ഇൻ്റർപ്രറ്റ് ചെയ്ത് ഒരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തും. ദെൻ അതിനുശേഷം പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. ഈ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ കൺക്ലൂഷൻ ഓൺ ദ ബേസ് ഓഫ് ഹിസ് ഡിസിഷൻസ് മേ ബി ടേക്കൺ. നമ്മളൊരു കൺക്ലൂഷനിലെത്തി, അതിനെയാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആ കൺക്ലൂഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്തെടുക്കുന്നത്, ഒരു ഡിസിഷൻ എടുക്കുന്നത്. കണ്ടൻസ് ഓഫ് റിപ്പോർട്ട്. ഫസ്റ്റ് വൺ, നേച്ചർ ആൻഡ് പർപ്പസ് ഓഫ് സർവേയുടെ സ്വഭാവം എന്താണ്, സർവേ എന്തിനു വേണ്ടിയിട്ടാണ്. ഏരിയ ഓഫ് കവറേജ് ആൻഡ് മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ സർവേ. അപ്പോൾ ഏതൊക്കെ ഏരിയയാണ് കവർ ചെയ്യുന്നത്, അതിൻ്റെ ലക്ഷ്യം എന്താണ്. 2, സാമ്പിളിങ്ങിനും ഡേറ്റ കളക്ഷനും നമ്മൾ എന്ത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്, മെത്തേഡ് ഓഫ് സാമ്പിളിങ് ആൻഡ് ഡേറ്റ കളക്ഷൻ. 4, ടൂൾസ് ഓഫ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. എന്ത് ടൂളാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. 5, ഫാക്റ്റ് ഫൈൻഡിങ് ആൻഡ് സജഷൻ. നമ്മൾ എന്താണോ കണ്ടുപിടിച്ചത് അതിനകത്ത് നമ്മുടെ സജഷൻസ് എന്താണ്.
6 ഗൈഡ് ലൈൻസ് ഫോർ പ്രോപ്പർ ഇംപ്ലിമെൻറ്റേഷൻ. ഇത് നല്ല രീതിയിൽ പ്രാവർത്തികമാക്കാൻ വേണ്ട ഗൈഡ് ലൈൻസ്. ഇത്രയാണ് റിപ്പോർട്ടിൻ്റെ കണ്ടൻസ്. നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്സ്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്? നമ്മൾ ഇൻവെസ്റ്റിഗേറ്റർ എന്ത് യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് ആണോ ഈ ഡേറ്റാസ് കളക്ട് ചെയ്തത് അളക്കാൻ ഉപയോഗിക്കുന്നത് അതിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ദ യൂണിറ്റ് ഇൻ ടേംസ് ഓഫ് വിച്ച് ദ ഇൻവെസ്റ്റിഗേറ്റർ മെഷേഴ്സ് ദ വേരിയബിൾ സെലക്ട്. നമ്മൾ സെലക്ട് ചെയ്ത വേരിയബിൾ അനാലിസിസിനും ഇൻ്റർപ്രിട്ടേഷനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത വേരിയബിൾ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റർ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് അത് ഒരു അവർ ആവാം, ഒരു ടൺ ആവാം, മീറ്റർ ആവാം, എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ നമ്മൾ എന്താണോ അളക്കാൻ ഉപയോഗിക്കുന്നത് അതിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എസെൻഷ്യൽ റിക്വിസിറ്റ്സ് ഓഫ് എ ഗുഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്. ഒരു നല്ല സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റിന് എന്തൊക്കെ വേണം? 1. ദ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് മസ്റ്റ് ബി സ്യൂട്ടബിൾ ടു ദ സബ്ജക്റ്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ എന്താണോ പഠനം നടത്താൻ എടുക്കുന്നത് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് ആയിരിക്കണം. അത് സിമ്പിളും ക്ലിയർ ആയിരിക്കണം, അൺആംബിഗ്യസ് കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാത്തായിരിക്കണം, റിജിഡ് ആയിരിക്കണം, സ്റ്റേബിളായി നിലനിൽക്കുന്നതായിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, അതുപോലെ ഡെഫിനിറ്റ് ആയിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി ഹോമോജീനിയസ് ആയിരിക്കണം, അതായത് ഒരേപോലെയുള്ളതായിരിക്കണം. ഇറ്റ് ഷുഡ് ബി സെൽഫ് എക്സ്പ്ലനേറ്ററി. നമുക്ക് അത് നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്ന രീതിയിലുള്ള സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള യൂണിറ്റ് ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്.